പതിറ്റാണ്ടുകൾക്ക് മുൻപ് നഗരസഭ ഏറ്റെടുത്ത സ്ഥലം ഇപ്പോൾ പ്രധാന ജനവാസ കേന്ദ്രമാണ്. മാലിന്യ സംസ്കരണത്തിലെ അപാകതകളുടെ പ്രധാന ഇരകളും ഇവർ തന്നെ. കൊടുമ്പ് പഞ്ചായത്തിലെ കൂട്ടുപാതയിലാണ് നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ്. 8.4 ഏക്കർ സ്ഥലമാണ് ഇവിടെ നഗരസഭയ്ക്കുള്ളത്. ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറി സൗകര്യപ്രദമായ സ്ഥലം എന്ന നിലയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് പ്ലാന്റ് സ്ഥാപിച്ചത്. എന്നാൽ ഇപ്പോൾ ഇവിടെയും നാഗരികത കുടിയേറി കഴിഞ്ഞു. പ്ലാന്റിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ പ്രദേശത്ത് 100 കണക്കിന് വീടുകളുണ്ട്. ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു ഡിസ്പോസൽ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വിവേചനരഹിതമായ കത്തിക്കൽ, പ്ലാസ്റ്റിക് ഇതര സാധനങ്ങൾ ഇത് കൃത്യമായ വേർതിരിവില്ലാതെ ഇവിടെ കൊണ്ടെത്തിക്കുക. എന്നിട്ട് സമ്മറാകുമ്പോൾ ചൂട് കൂടുകയും പാലക്കാട്ടെ ചൂടൊക്കെ അറിയാവുന്നതാണല്ലോ, അത് ഇതിന്റെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഈ പോയങ്ങനെ നിൽക്കുകയാണ്. അതെങ്ങോട്ടും അങ്ങനെ പോകുന്നില്ല. ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കഴിയാതായതോടെയാണ് പ്രതിഷേധങ്ങൾ ഉയർന്നു തുടങ്ങിയത്. അന്തരീക്ഷ മലിനീകരണമാണ് പ്രദേശവാസികൾ ഉയർത്തുന്ന പ്രധാന പ്രശ്നം. പരാതികളും സമരങ്ങളും മുറയ്ക്ക് നടന്നു. നഗരസഭയ്ക്ക് കുലുക്കമുണ്ടായില്ല. ആദ്യം ചെയ്യേണ്ട മുനിസിപ്പാലിറ്റി പ്ലാസ്റ്റിക് നിരോധിക്കുക. നമ്മുടെ വിൽപ്പനയും ഇതും നിരോധിച്ചാൽ തന്നെ 100% അത് ഇല്ലാതാവും. പിന്നെ അഥവാ വരുന്നത് തന്നെയാണെങ്കിൽ തന്നെ അതിന് വിഷയമുണ്ട്. മാലിന്യങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് അവ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളിൽ മാറ്റം വരുത്താൻ നഗരസഭയ്ക്കായിട്ടില്ല. ഭരണ നേതൃത്വം മാറി മാറി വന്നിട്ടും മാലിന്യ പ്രശ്നത്തിന് മാറ്റം വന്നിട്ടില്ല എന്നതാണ് പാലക്കാടൻ പാഠം. മനോരമ ന്യൂസ്, പാലക്കാട്.